അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കൊടപ്പനക്കുന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുകയാണ്. എൻ്റെ കുഞ്ഞിന് വേറൊരു ഓപ്ഷനും ഇല്ല. ഇനി ആകെയുള്ളൊരു സൊല്യൂഷൻ സർജറി തന്നെയാണ്. കാരണം ഡോക്ടർ പറഞ്ഞ കാലാവധി കഴിഞ്ഞ് അവൾക്കൊരു ഗുളിക കൊടുത്ത് അവളുടെ ശരീരത്തെ ഒന്ന് ലൂസാക്കി ആ വൊമിറ്റ് ചെയ്ത് എല്ല് വെളിയിൽ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി ആകെയുള്ള സർജറി. വെൻറ്റിലേറ്റർ സൗകര്യത്തോടെ സർജറി ചെയ്യാൻ പറ്റുന്നത് ട്രിവാൻഡ്രത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു. നല്ലൊരു ഡോക്ടർ കേട്ടോ, നല്ല സപ്പോർട്ടായിരുന്നു. ഡോക്ടർ മാത്രമല്ല, ഹോസ്പിറ്റലിൽ മൊത്തത്തിലെല്ലാം മാറിപ്പോയി. നേരത്തെ കണ്ട അതേ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല, മൊത്തത്തിൽ ഫുൾ ഓഫ് ചേഞ്ചസ് വന്നു. നല്ല കൺസിഡറേഷനായിരുന്നു, നല്ല പരിഗണനയായിരുന്നു എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർമാർ, പേര് ഞാനിവിടെ പറയുന്നില്ല, പഴയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത എക്സ്റേയും ഇപ്പോൾ പുതിയൊരു എക്സ്റേ എടുത്തിട്ട് അതും തമ്മിൽ കമ്പാരിസൺ ചെയ്തപ്പോൾ ഒരു ചേഞ്ചസും ഇല്ല എന്നും സർജറിയാണ് പോസിബിലിറ്റി എന്നും സർജറി എത്രത്തോളം സക്സസ് ആവുമെന്ന് ഒരു ഉറപ്പില്ല എന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നെനിക്കറിയാം. ഈ ഒരു ഡോക്ടർ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് മാത്രമല്ല അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാം. അതുകൊണ്ട് അവളെ സർജറി തൽക്കാലം ഇപ്പോൾ ചെയ്യേണ്ടെന്നും അവൾ പോകുന്നിടത്തോളം ആരോഗ്യത്തോടെ പോട്ടെ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ മറ്റോ വരുവാണെങ്കിൽ മാത്രം നമുക്ക് രണ്ടും കൽപ്പിച്ച് സർജറി ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ ഒരു വിശ്വാസം അത് മതി നമുക്ക്. ആ ഡോക്ടറിൽ നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ടിൽ ഞാൻ ഹാപ്പിയായിട്ട് അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വരുവാണ്. മാക്സിമം അവൾ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ആരോഗ്യം ക്ഷയിക്കുന്നു എന്ന് തോന്നുമ്പോൾ കൊണ്ടുപോകണം തിരിച്ച് ഓപ്പറേഷനായിട്ട്.